മനോരമയാണ് വീണ്ടും വെടിപൊട്ടിച്ചത്. മനോരമയ്ക്ക് പറയാം വെടിയാണ്, അത് ചെന്ന് കൊള്ളേണ്ടടുത്ത് തന്നെ കൊണ്ടു എന്ന്. എന്നാൽ കാണുന്നവർക്ക് ഒരു കാര്യം ഉറപ്പിച്ചു പറയാം, അത് വെറും പൊയ് വെടിയാണ് എന്ന്. മനോരമ ന്യൂസ് പൊട്ടിച്ച വെടിയാണ്. മനോരമയ്ക്ക് അത് പീരങ്കി വെടിയാണ്, സാധാ തോക്കിൽ നിന്ന് പൊട്ടിച്ച സാധാ വെടിയല്ല. എന്നാൽ കാണുന്നവർക്ക് ഒരു കാര്യം ഉറപ്പിച്ചു പറയാം, അത് വെറും പൊയ് വെടിയാണ് എന്ന്. ചിരിച്ചു തള്ളുകയാണ്, അതല്ലെങ്കിൽ ചിരിച്ചു പറയുകയാണ് തോമസ് ഐസക്കും പിണറായി വിജയനും ഇപ്പോൾ ഈ പൊയ്വെടി കണ്ട്. ഇതിനേക്കാളും വലിയ സംഭവങ്ങൾ ഇതിനു മുമ്പ് മലയാള മനോരമ കൊണ്ടുവന്നിട്ടുണ്ട്. പക്ഷെ എന്തായി ഇന്നത്തെ സ്ഥിതി എന്ന് മാത്രം ആലോചിച്ചാൽ മതി. അത് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾക്കെതിരെയുള്ള ആരോപണമാണ്. ആ ആരോപണം ഇപ്പോൾ എവിടെ എത്തി? ഒരക്ഷരം മിണ്ടരുത് ആരോപണത്തെ കുറിച്ച് എന്ന് പറഞ്ഞത് ഹൈക്കോടതിയാണ്. ഹൈക്കോടതിയുടെ ഉത്തരവിന് എതിരെ സുപ്രീം കോടതിയെ സമീപിച്ചു. സുപ്രീം കോടതിയും പറഞ്ഞു മിണ്ടിപ്പോകരുത്, ഈ വിഷയത്തെ കുറിച്ച് ഒരു അന്വേഷണവും വേണ്ടതില്ല എന്ന്. ആർക്കാണ് തിരിച്ചടി അന്ന് നേരിട്ടത്? മറ്റാരുമല്ല, സുപ്രീം കോടതി അഭിഭാഷകനാണ്. എനിക്കൊരു അഭിഭാഷക ടീം തന്നെയുണ്ട്, എന്നോട് കളിച്ചാൽ അത് അപകടകരമാകും എന്ന് എല്ലാ ദിവസവും ഓൺലൈൻ മാധ്യമങ്ങളിലൂടെയും മുഖ്യധാര മാധ്യമങ്ങളിലൂടെയും ഒക്കെ പറഞ്ഞുകൊണ്ടിരുന്ന മാത്യു കുഴൽനാടന് തന്നെയാണ്, സാക്ഷാൽ മാത്യു കുഴൽനാടൻ MLAക്ക് തന്നെയാണ്. അതിനുശേഷമാണ് മറ്റൊരു പൊയ്വെടി പൊട്ടിച്ചത്. അത് മറ്റൊന്നുമല്ല, മുഖ്യമന്ത്രിയുടെ മകനെതിരെയാണ്. സമൻസ് അയച്ചു, ആരയച്ചു, എങ്ങോട്ടയച്ചു, എപ്പോഴയച്ചു എന്നൊന്നുമില്ല. മുഖ്യമന്ത്രിക്ക് ലഭിച്ചിട്ടില്ല, മുഖ്യമന്ത്രിയുടെ വീട്ടിലെത്തിയിട്ടില്ല, മുഖ്യമന്ത്രിയുടെ മകനും ലഭിച്ചിട്ടില്ല. പക്ഷെ അവിടെ നിന്ന് സമൻസ് അയച്ചിട്ടുണ്ട് എന്ന് പറയുന്നു. അത് എങ്ങോട്ട് പോയി എന്ന് EDക്ക് പോലും അറിയാത്ത അവസ്ഥയാണ്. രാവിലെ എഴുന്നേറ്റാലുടനെ ഒരു സമൻസ് തയ്യാറാക്കി പോസ്റ്റ്മാനിന്റെ കയ്യിൽ കൊടുത്തു വിടുക. എവിടേക്കാണ് എന്ന് പോലുമില്ല, കൃത്യമായ വിലാസം പോലും ചേർക്കാതെ. എന്തിന്? അത് മതി. അതെടുത്ത് അതേപോലെ മാധ്യമങ്ങൾക്ക് നൽകിയാൽ മാധ്യമങ്ങൾക്ക് അത് 4 ദിവസത്തേക്ക് ചർച്ചയാക്കാം, 4 ദിവസത്തേക്ക് വാർത്തയാക്കാം, അന്തിച്ചർച്ച നടത്താം, കഥകൾ മെനയാം. അതിനുവേണ്ടി മാത്രമാണ് ED ചെയ്തത് എന്ന് എല്ലാവർക്കും അറിയാം. ആ സമൻസ് തുടങ്ങിയെടുത്ത് തന്നെ അവസാനിച്ച സ്ഥിതിയാണ്, എങ്ങും എത്തിയില്ല. അതിനുശേഷമാണ് ഇപ്പോൾ മറ്റൊരു പൊയ്വെടി വരുന്നത്. അതിപ്പോൾ തുടങ്ങിയതല്ല, നേരത്തെ തുടങ്ങിയിരുന്നു EDയുടെ അന്വേഷണം. ആദ്യം മുൻമന്ത്രി തോമസ് ഐസക്കിനെ തേടിയാണ് ED എത്തിയത്. തോമസ് ഐസക്ക് പറഞ്ഞു പോയി പണി നോക്കാൻ. തോമസ് ഐസക്ക് കോടതിയിൽ പോയി, എന്തിനാണ് എന്നെ ക്ഷണിക്കുന്നത് EDയുടെ ഓഫീസിലേക്ക് എന്ന് ചോദിക്കാൻ. അപ്പോൾ ഹൈക്കോടതി EDയോട് ചോദിച്ചു, എന്തിനാണ് ഇദ്ദേഹത്തെ അങ്ങോട്ട് വിളിക്കുന്നത് എന്ന്. ചോദ്യം ചെയ്യാനാണ് എന്നാണ് പറഞ്ഞത്. എന്തിന് ചോദ്യം ചെയ്യണം എന്ന് ചോദിച്ചു, മറുപടിയില്ല. പിന്നീട് അദ്ദേഹത്തിന് വലിയൊരു നോട്ടീസ് അയച്ചു. അതിൽ ഹാജരാക്കേണ്ട രേഖകൾ ഉണ്ടായിരുന്നു. ഈ രേഖകളൊക്കെ എന്തിനെ ഹാജരാക്കണം എന്ന് വീണ്ടും തോമസ് ഐസക് ഹൈക്കോടതിയിൽ ഹർജി നൽകി ചോദിച്ചു. അപ്പോഴാണ് അതെല്ലാം ഒന്ന് കുറച്ച് 2-3 രേഖകൾ മതി, അതുമായി ഒന്ന് EDയുടെ ഓഫീസിലേക്ക് വരണം, വന്ന് കിട്ടിയാൽ മതി. എന്തിനാണ് അത് വാർത്തയാക്കാൻ? ഇതാ തോമസ് ഐസക് EDയുടെ ചോദ്യമുനയിൽ 1 മണിക്കൂറായി, 2 മണിക്കൂറായി, 3 മണിക്കൂറായി, 10 മണിക്കൂർ ചോദ്യം ചെയ്തു എന്നൊക്കെ പറഞ്ഞ് ഊഹാപോഹങ്ങൾ മാധ്യമങ്ങളിലൂടെ വാർത്തയാക്കുന്നതിന് വേണ്ടി ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇന്നതൊക്കെ ചോദിച്ചു, ഇന്നതാണ് മറുപടി എന്ന് പറഞ്ഞ് ED ഉദ്യോഗസ്ഥൻ മാധ്യമപ്രവർത്തകർക്ക് വാട്സപ്പ് സന്ദേശം അയക്കും. നാം അത് നേരത്തെ കണ്ടതാണ് സ്വർണ്ണക്കള്ളക്കടത്ത് കേസിൽ. ആ വാട്സപ്പ് സന്ദേശം എക്സ്ക്ലൂസീവ് വാർത്തയായി 1-ാം പേജിൽ തലക്കെട്ടാക്കുകയും ബ്രേക്കിംഗ് ന്യൂസ് ആക്കുകയും ചെയ്യുന്ന മാധ്യമ പ്രവർത്തന രീതിയും നാം കണ്ടതാണ് സ്വർണ്ണക്കള്ളക്കടത്ത് കേസ് മുതൽ. ഇതെല്ലാം കഴിഞ്ഞിട്ടാണ് ഇവിടെ എത്തിയത്. അവസാനമാണ് രക്ഷയില്ലാതെ ഇലക്ഷന് മുമ്പ് ഇതാ കിടക്കട്ടെ ഒരു സമൻസ്, അതും ഫെമ കേസിൽ. സിവിൽ കേസിന്റെ സ്വഭാവമാണ്, നേരിട്ട് ഹാജരാകുക പോലും ചെയ്യേണ്ട, അഭിഭാഷകനെ വിട്ടാൽ മതി. അങ്ങനെ ഫെമ കേസിലെങ്കിലും ഒരു അഭിഭാഷകനെങ്കിലും മുഖ്യമന്ത്രിക്ക് വേണ്ടി ഹാജരാകുമോ? ഈ ചോദ്യമാണ്. അതിനുവേണ്ടിയുള്ള ശ്രമമാണ് ഇപ്പോൾ നടത്തുന്നത് ED. പക്ഷേ പോയി പണി നോക്കാനാണ് പറഞ്ഞിരിക്കുന്നത് തോമസ് ഐസക്. അതുകൊണ്ടാണ് അദ്ദേഹം ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടത്. ചിരിച്ച് നിൽക്കുന്ന തോമസ് ഐസക്കും കൂടെ പിണറായി വിജയനും. അതൊരു സൂചനയാണ്, നിങ്ങൾ പോയി പണി നോക്ക്, ഇതൊന്നും ഞങ്ങൾക്ക് ഒരു പ്രശ്നമേയല്ല, ഇതിനേക്കാളും വലുത് കണ്ടവരാണ് ഞങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് EDയെ, അന്വേഷണ ഉദ്യോഗസ്ഥരെ പുച്ഛിച്ച് ചിരിക്കുന്ന, ആർത്ത് ചിരിക്കുന്ന പിണറായി വിജയനെയും തോമസ് ഐസക്കിനെയും നമുക്ക് കാണാം. ആ ചിത്രങ്ങളിൽ പ്രേക്ഷകർക്കും അത് കാണാം. തോമസ് ഐസക് ഇട്ട ഒരു ഫേസ്ബുക്ക് പോസ്റ്റിന് താഴെയാണ് ആ ചിത്രം കൊടുത്തിരിക്കുന്നത്. എങ്ങനെയാണ് ഇതൊക്കെ കാണുന്നത് സർക്കാർ?
ഈ ഇഡിയുടെ ഇത്തരം വിളയാട്ടങ്ങൾ കാണുന്നത് എന്ന് സൂചിപ്പിക്കുന്നത് തന്നെയാണ് ആ ചിത്രം. ഇനി പണം ചെലവഴിച്ചു, എന്തിനാണ് ചെലവഴിച്ചത്? അതിൽ വല്ല ക്രമക്കേട് നടത്തിയോ, എന്തെങ്കിലും അഴിമതി നടത്തിയോ? ഇതൊന്നും കണ്ടെത്താൻ ഇഡി കഴിഞ്ഞിട്ടില്ല. ഇഡി ഷോക്കോസ് നോട്ടീസിൽ പറയുന്ന കാര്യം, മസാല ബോണ്ടിലൂടെ സമാഹരിക്കുന്ന തുക ഭൂമി വാങ്ങിക്കാൻ ഉപയോഗിക്കരുത് എന്നതാണ്. ഭൂമി വാങ്ങിക്കാൻ ഉപയോഗിച്ചു, ഭൂമി വാങ്ങിച്ചിട്ടില്ല, അക്വയർ ചെയ്തിരിക്കുകയാണ് എന്നത് എല്ലാവർക്കും അറിയാം. കാരണം ദേശീയപാത വികസനത്തിന് വേണ്ടി ഭൂമി അക്വയർ ചെയ്തിട്ടുണ്ട്. കേരളത്തിലെ എല്ലാ അടിസ്ഥാന സൗകര്യ വികസനത്തിന് വേണ്ടിയും ഭൂമി അക്വയർ ചെയ്തിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ ഭൂമി അക്വയർ ചെയ്തത് റോഡ് വികസനത്തിന് തന്നെയാണ്. തീരദേശപാതയ്ക്ക്, അതോടൊപ്പം തന്നെ ദേശീയപാതയ്ക്ക്, അതോടൊപ്പം വിവിധ വികസന പദ്ധതികൾക്ക്, ഏറ്റവും ഒടുവിൽ വിഴിഞ്ഞത്ത് വികസനത്തിന് വേണ്ടി ഭൂമി അക്വയർ ചെയ്യാനുള്ള നടപടികൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ വിവിധ വികസന പ്രവർത്തനങ്ങൾക്ക്, അടിസ്ഥാന സൗകര്യ വികസനത്തിന് ഭൂമി ഏറ്റെടുത്തിട്ടുണ്ട്. അതിന് ഈ പണം ഉപയോഗിച്ചിട്ടുണ്ട്. കിഫ്ബിയുടെ പണം ഉപയോഗിച്ച് തന്നെയാണ് ഈ ഭൂമി മുഴുവൻ ഏറ്റെടുത്തിരിക്കുന്നത്, ഒരാൾക്ക് പോലും ഒരു പരാതി പോലും ഇല്ലാതെ. അതുകൊണ്ട് ഇതൊന്നും കാട്ടി ഞങ്ങളെ പേടിപ്പിക്കണ്ട. ഇതിനു വേണ്ടി ജയിലിൽ പോകേണ്ടി വന്നാലും, ഭൂമി ഏറ്റെടുത്തത് അടിസ്ഥാന സൗകര്യ വികസനത്തിന് വേണ്ടിയാണ്, അതിനുവേണ്ടി ജയിലിൽ പോകേണ്ടി വന്നാലും അതിന് തയ്യാറാണ് എന്ന് വിളിച്ചു പറയുകയാണ് തോമസ് ഐസക്കും പിണറായി വിജയനും ചെയ്യുന്നത്. ഇഡിക്ക് ചെയ്യാനുള്ളത് ചെയ്യൂ എന്നും, എന്ന് വെച്ചാൽ BJPക്ക് ചെയ്യാനുള്ളത് ചെയ്യൂ എന്ന്. BJP എല്ലാ കാലത്തും തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ഇത്തരം എന്തെങ്കിലും ഒരു ഇണ്ടാസുമായി വരാറുണ്ട്. നമ്മുടെ മുന്നിൽ ഉദാഹരണം എത്രയോ ഉണ്ട്. 2020 തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ തൊട്ടു മുമ്പാണ് സ്വർണ്ണക്കള്ളക്കടത്ത് കേസ് എന്ന് പറഞ്ഞ് വന്നത്. എന്തൊക്കെയായിരുന്നു പുകില്, അവസാനം എന്തായി സ്വർണ്ണക്കള്ളക്കടത്ത് കേസിന്റെ അവസ്ഥ എന്ന് നമ്മുടെ മുന്നിലുണ്ട്. എല്ലാം വെറും വെള്ളത്തിൽ വരച്ച വര പോലെയായി എന്ന്. അന്ന് കൊണ്ടു നടന്ന സ്വപ്ന സുരേഷ് ഇപ്പോൾ എവിടെയുണ്ട് എന്ന് പോലും അറിയില്ല. അതിന്റെ ചുവട് പിടിച്ചാണ് 2025 തദ്ദേശ സ്ഥാപനങ്ങളിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പിന് മുന്നിലും ഇതാ വീണ്ടും വന്നിരിക്കുന്നു പുതിയ ഇണ്ടാസുമായി ഇഡി. അതുകൊണ്ട് തന്നെയാണ് തോമസ് ഐസക്കും പിണറായി വിജയനും പറയുന്നത് ഇഡിയോട് പോയി വേറെ പണി നോക്ക് എന്ന്.